അടുത്തായിട്ട് വരുന്ന പേരാണ് എൻറിക്കോ ഫെറി, 1856 to 1929. അപ്പം എൻറിക്കോ ഫെറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലംബ്രോസോയുടെ ഒരു വളരെ വിലപ്പെട്ട സ്റ്റുഡൻറ്റ് പക്ഷേ പിന്നീട് ഇച്ചിരി ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ഒന്നും കുഴപ്പമില്ല. ഗബ്രിയൽ ടാർഡിയാണ് ഇവരെല്ലാം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം എൻറിക്കോ ഫെറി ചെയ്ത ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, എൻറിക്കോ ഫെറി ഇദ്ദേഹം മറ്റേ ആൾ ബയോളജിക്കലായിട്ടുള്ള സ്റ്റഡീസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആന്ത്രോപോളജി ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ മിടുക്കാൻ അദ്ദേഹം കുറേ തിരിച്ചടിയൊക്കെ കിട്ടിയത് ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എൻറിക്കോ ഫെറി മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് ചുമ്മാ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമല്ല, അതിനകത്ത് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് സോഷ്യൽ ഡിറ്റർമിനിസമാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പം ഡിറ്റർമിനിസം ഉണ്ട് എന്ന് പറയുന്ന പോസിറ്റീവ് സ്കൂളാണ്. ഇത് ചില ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ക്രൈമിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മറ്റേയാളത് ഫിസിക്കലി മാത്രം ഒതുക്കി നിർത്തിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇത് സോഷ്യൽ ഡിറ്റർമിനിസം, കുറച്ച് സോഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ക്രൈമിലേക്ക് വരുന്ന സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് ക്രിമിനൽ സാച്ചുറേഷൻ. അതാണ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു കൺസെപ്റ്റ്, തിയറി എന്ന് പറയുന്നത്. കുറേ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും സാമൂഹിക, സാമ്പത്തിക, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താണ് ഈ ഒരാൾ ക്രിമിനൽ ബിഹേവിയർ കാണിക്കാനുള്ള എല്ലാ ചെക്ക് ലിസ്റ്റും അവിടെ ക്രിമിനൽ സാച്ചുറേഷനിൽ അയാൾ എത്തി. എപ്പോൾ വേണമെങ്കിലും ക്രിമിനൽ ബിഹേവിയർ കാണിക്കാവുന്ന സിറ്റുവേഷനിൽ എത്തും എന്നുള്ള രീതിയിലുള്ള തിയറിയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വെർഷനാണ് ഞാനിവിടെ പറഞ്ഞു പോയെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതാ പറഞ്ഞ കാര്യങ്ങളാണ് ഫിസിക്കലായിട്ടുള്ള, അതായത് ഫിസിക്കൽ എന്ന് വെച്ചാൽ അയാളുടെ റേസ്, ക്ലൈമറ്റ്, ലൊക്കേഷൻ, അപ്പോൾ ആ സ്ഥലം അത് ബാധിക്കും. ആന്ത്രോപോളജിക്കൽ ഫീച്ചേഴ്സ്, അയാളുടെ വയസ്സ്, സെക്സ്, അതായത് സൈക്കോളജിക്കൽ കണ്ടീഷൻസ്, ഇതെല്ലാം എന്തിലേക്ക് വരും, ക്രിമിനലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ സോഷ്യലായിട്ടുള്ള സാഹചര്യം, അതായത് അവിടുത്തെ കസ്റ്റം എന്താണ്, റിലീജിയൻ മെജോറിറ്റി എന്താണ്, അല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇതെല്ലാം ബാധിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്ന് ബ്രീഫായിട്ട് നോക്കി പോകേണ്ടതായിട്ട് വരും. അപ്പം 3 കാറ്റഗറി അദ്ദേഹം പറഞ്ഞാൽ ക്രൈം കോസേഷൻ 3 കാറ്റഗറി ആയിട്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ/ഇൻഡിവിജ്വൽ ഫീച്ചർ, റേസ്, സെക്സ്, ഏജ്, ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെയാണ് വരിക. ഇതൊക്കെ ഈ ലംബ്രോസോയിൽ നിന്ന് എടുത്തത്. അതുപോലെ തന്നെ ആന്ത്രോപോളജിയുടെ നമുക്ക് തന്നെ ഒരു ആന്ത്രോപോളജിക്കൽ ഐഡിയ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, സീസൺ. ഓക്കെ, ഇതിനൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഒരു ചില സ്ഥലത്ത് ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്, പട്ടിണിയും പരിവട്ടമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഒന്നുമില്ല, അവന് കട്ട് തിന്നേണ്ട വരും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളൊരു സാഹചര്യം പറയുന്നു. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ എന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, കസ്റ്റം, റിലീജിയൻ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഒരു ക്രൈം കോസ് ചെയ്യപ്പെടുക. അതാണ് ബേസിക്കലി എൻറിക്കോ ഫെറി പറഞ്ഞത്. ഫിസിക്കൽ മാത്രമല്ല, ഈ 3 കാര്യത്തിനും ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പീനലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഇയാൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് പീനൽ ഇതിൻ്റെ പണിഷ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവർക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ബിക്കോസ് ഫെറി ബിലീവ്ഡ് ഇൻ ഡിറ്റർമിനിസം, ബിഹേവിയർ ഇസ് കോസ്ഡ്. ഈ അറിയുന്നത് ക്രിമിനൽസ് കാനോട്ട് ബി മോറലി ബ്ലെയിം. നമുക്ക് മോറലി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർക്ക് ആ സോഷ്യൽ കണ്ടീഷൻസും ഫിസിക്കൽ കണ്ടീഷൻസും ഒക്കെ ഉണ്ടാകാൻ നമ്മളും കാരണക്കാരനാണ്. സോഷ്യൽ ഇഷ്യൻ, പണിഷ്മെൻറ്റ് ഷുഡ് നോട്ട് ബി അബൌട്ട് ജസ്റ്റിസ് ഓർ റിവെഞ്ച് ബട്ട് അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് സൊസൈറ്റി. നമ്മൾ എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സമൂഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിമിനൽസിൽ നിന്ന്. അവിടെ നീതി നടപ്പാക്കലോ റിവെഞ്ചോ പരിപാടിയോ ഒന്നുമില്ല. അവരെന്താണ്, അവർ ജസ്റ്റിഫൈഡ് ആണ് ഓൾറെഡി. അവർ ക്രൈം ചെയ്യാനുള്ള എല്ലാ സാമൂഹിക അതിന് മറ്റ് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ അവർ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അടിച്ച് ഗിൽറ്റ് വരുത്തേണ്ട ആവശ്യം നിലനിൽക്കുന്നില്ല. അതിന് വരെ അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ, അതൊക്കെയാണ് ഇദ്ദേഹത്തിന് പറ്റിയ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. പിന്നെ പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഹി അഡ്വക്കേറ്റഡ് ഫോർ സോഷ്യൽ റിഫോംസ്, ബെറ്റർ എൻലൈറ്റിങ്, അത് എഡ്യൂക്കേഷനാണ് ഉദ്ദേശിച്ചത്, ബെറ്റർ എഡ്യൂക്കേഷൻ, എക്കണോമിക് ചേഞ്ചസ് ആസ് എ വേ ടു പ്രിവെൻറ്റ് ക്രൈം ബിഫോർ ഇറ്റ് ഹാപ്പൻസ് റാദർ ദാൻ പണിഷിങ് ഇറ്റ് ആഫ്റ്റർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ്, അതാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ട് നമ്മൾ പണിഷ്മെൻറ്റിന് പകരം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ക്രൈം ചെയ്തതിന് ശേഷം പണിഷ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആ ക്രൈം ഇവിടെ നടക്കാണ്ടിരിക്കാൻ നോക്കാനാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷനും അത് സാമൂഹികമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വന്ന് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഇവരെ മോറലി നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്തൊരാൾ ക്രൈം ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം
ആ ഒരു കാര്യത്തിലും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. കാരണം ഇതിന് മുന്നേ വന്ന ലംബ്രോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാരെ ക്രിമിനൽസാണ് ഇപ്പോഴേ പിടിച്ചകത്തിട്ട് ക്രൈം ചെയ്യുന്നവരെ കാത്തിരിക്കാനൊന്നും പോകണ്ട എന്നുള്ള സംഭവം പറയുമ്പോൾ അതല്ല ചെയ്യേണ്ടത്. മാറ്റത്തിന് വേണ്ടി, റിഫോമിന് വേണ്ടി പ്രവർത്തിക്കൂ എന്നുള്ള രീതിയിലാണ് ഫെറി പറഞ്ഞു പോകുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അതിന് ഇത്ര ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. എന്നാലും നോർത്ത് വെച്ചിരിക്കുക പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് പണിഷ്മെൻറ്റ്സ് എന്താണ് ലൈക്ക് പ്രിവെൻറ്റിങ് ക്രൈം ഷുഡ് ബി ദ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെറി ക്രിമിനോളജിസ്റ്റിൽ ആരാണ് അതിന് പീനൽ ഈ പറഞ്ഞ പണിഷ്മെൻറ്റ് പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പണിഷ്മെൻറ്റിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് ഫെറി ആണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കി പോരാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രിമിനൽസിന് മേളിൽ വലിയ മോറൽ റെസ്പോൺസിബിലിറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫെറി ആണെന്ന് പറയാം. അത് അങ്ങനെ. അപ്പോൾ ക്രിമിനൽ സാച്ചുറേഷൻ തിയറി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഫെറിയുടെ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. ഓക്കെ, പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് സൊസൈറ്റിയിൽ നിന്ന് അതായത് പ്രിവെൻറ്റീവ് തിയറി. ഓക്കെ, പ്രിവെൻറ്റീവ് തിയറിയുടെ കൺസെപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്രിമിനോളജിസ്റ്റ് ആരെന്ന് വെച്ചാൽ നമുക്ക് ഫെറി എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോരാം. പിന്നെ അടുത്ത വരുന്ന ആളാണ് ഗബ്രിയൽ ടാർഡെ എന്ന് പറയുന്നത്. ഗബ്രിയൽ ടാർഡെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. നമ്മൾ ബാക്കി പഠിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരുണ്ട്, ഗാരഫാലോ, ഫെറി, ലംബ്രോസോ. ഇവരുടെ ആ ഒരു വ്യൂവിൽ നിന്ന് ഇച്ചിരി മാറി സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫെറിയും ലംബ്രോസയും ഒരു ബയോളജി അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ ആണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹം ഹ്യൂമൻ ഇൻട്രാക്ഷൻസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം ഈ പറഞ്ഞ ഒരാൾ ജനിക്കുമ്പോഴേ ക്രിമിനലാണ്, അയാൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിനെ ഇദ്ദേഹം ഫുള്ളി എതിർത്തു. അതുപോലെ തന്നെ ഇദ്ദേഹം കുറച്ച് പുതിയ കോൺട്രിബ്യൂഷൻസ് നടത്തി. അതായത് സോഷ്യൽ ലേണിംഗ് വഴിയാണ് ശരിക്കും ക്രൈം സംഭവിക്കുക എന്നാണ് ടാർഡെ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് നമുക്ക് സദർലാൻഡിൻ്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞൊരു തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് വാല് പിടിച്ച് പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ടാർഡെ പറഞ്ഞ സംഭവം അതാണ്, ഒരാൾ ജനിക്കുമ്പോഴേ ഒന്നുമല്ല, അപ്പം ജനിക്കുമ്പോൾ മനുഷ്യനാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ഷൻ വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ അതിനദ്ദേഹം തിയറി ഓഫ് ഇമിറ്റേഷൻ. ഓക്കെ, ഇമിറ്റേഷൻ അത് ആരുടെയാണ്? തിയറി ഓഫ് ഇമിറ്റേഷൻ ആരുടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗബ്രിയൽ ടാർഡയുടെ പേര് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ആരിൽ നിന്ന് കണ്ടുപഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ മുതിർന്ന ആൾക്കാരെല്ലാം മോഷ്ടിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഞാനും താഴെ നിന്നൊക്കെ പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ ഒന്ന് മോഷ്ടിക്കാം. അപ്പോൾ അവർ ബേസിക് സ്കിൽസൊക്കെ അവരുടെ വീട്ടിൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ പഠിക്കും. അപ്പോൾ അങ്ങനെ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ക്രൈം ചെയ്ത് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഇൻട്രാക്ഷൻ വഴി ഇതൊരു ലേൺഡ് പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളാണ് ടാർഡെ. അല്ലാണ്ട് ഇവൻ്റെ ഫിസിക്കലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ക്രിമിനലാണെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ പൊന്നെ എന്നാണ് ഗബ്രിയൽ ടാർഡെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം പോസിറ്റീവ് സ്കൂളിൽ അത് വരുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ശരിക്കും പോസിറ്റീവ് സ്കൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള വ്യൂവിനല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എതിർത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. യുവാം ദ ലോസ് ഓഫ് ഇമിറ്റേഷൻ. ഓക്കെ, ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം പറയുന്നത്? ദ ലോസ് ഓഫ്, ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്, തിയറി ഓഫ് ഇമിറ്റേഷൻ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് അത് ആരുടെയാണ്? ടാർഡയുടെ ആണ് എന്ന് ഓർത്തിരിക്കുക. ടാർഡെ ആർഗ്യൂഡ് ദാറ്റ് ക്രൈം ഈസ് എ ലേൺഡ് ബിഹേവിയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രൈം ലൈക്ക് അതർ സോഷ്യൽ ഫിനോമിനൻ സ്റ്റാർട്ട്സ് ആസ് എ ഫാഷൻ ആൻഡ് ബിക്കം കസ്റ്റം. ഈ ഡയലോഗ് ഓർത്ത് വെച്ചിരിക്കുന്ന ഡയലോഗാണ് കേട്ടോ. ക്രൈം ലൈക്ക് അതായത് ശരിക്കും ഒരു ബോൾഡ് ചെയ്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ക്രൈം ലൈക്ക് അതർ സോഷ്യൽ ഫിനോമിനൻ സ്റ്റാർട്ട്സ് ആസ് എ ഫാഷൻ ആൻഡ് ബിക്കം കസ്റ്റം. ഇത് പറഞ്ഞത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഡെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തി. അദ്ദേഹം പറയുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ വരുന്ന ബിഹേവിയറുകളാണ് നമ്മൾ ഫാഷൻസ് എന്ന് വിളിക്കുക. അതായത് ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാർ മോഷ്ടിക്കുന്നു, തട്ടിപ്പടത്തുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അങ്ങനെയുള്ള ഓരോ തട്ടിപ്പുകളായിട്ട് എഴുതുന്ന പിരമിഡ് സ്കീം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ ശരി പെട്ടെന്ന് പൈസ അടിക്കാം ഇതൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് അത് ഫാഷനാണ്. അത് പ്രൊലോങ്ഡ് പീരീഡിലോട്ട് ചെയ്യുമ്പോൾ അത് കസ്റ്റമായിട്ട് മാറും. ആ ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ കസ്റ്റമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അനന്തര തലമുറകളെല്ലാം അത് തന്നെ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് തന്നെ അവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കാരണമൊന്നും അല്ല. ഇപ്പോൾ ചില പറഞ്ഞു ഒരു സമൂഹത്തിൽ എല്ലാവരും മോഷ്ടിക്കുന്ന ആളുകളാണെന്ന് പറയുന്നത് അതൊരു ദിവസം ഇതേപോലെ ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് തുടങ്ങിയതാണ്. പിന്നെ അത് ചെയ്ത് കഷ്ടമായിപ്പോയി. അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത ജനറേഷൻ വരുമ്പോൾ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് ഇത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. അദ്ദേഹം പറഞ്ഞു ഈ ഇമിറ്റേഷൻ നടക്കാനുള്ള 3 ബേസിക് ലോസും അദ്ദേഹം പറഞ്ഞു. ദ ലോ ഓഫ് ക്ലോസ്, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ ലോ ഓഫ് ക്ലോസ് കോണ്ടാക്ട്. പീപ്പിൾ ഇമിറ്റേറ്റ് ദോസ് ഹു ആർ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഹു ദേ ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനിൽ നിന്ന് മോൻ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മോറൽസും കാര്യങ്ങളും അദ്ദേഹം എന്തുകൊണ്ട് മോഷ്ടിക്കുന്നു അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അതൊക്കെ നമ്മൾ പഠിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി നമ്മളും അതേ ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ലോ ഓഫ് ഇമിറ്റേഷൻ ഓഫ് സുപ്പീരിയേഴ്സ് ബൈ ഇൻഫീരിയേഴ്സ്. നമ്മുടെ മുകളിലുള്ള സുപ്പീരിയേഴ്സ് നമ്മളെക്കാളി ഔട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കാം, സമൂഹത്തിൽ വലിയ പേരുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ സുപ്പീരിയറായിട്ട് കാണുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് ചിലപ്പോൾ ക്ലോസ് കോണ്ടാക്ട് നമ്മൾ ചിലപ്പോൾ അച്ഛനായിരിക്കും, എൻ്റെ ഫ്രണ്ടായിരിക്കും, ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ കുറേ മോഷണം തട്ടിപ്പ് ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് ഞാൻ ആ തട്ടിപ്പ് പഠിക്കും. ഓക്കെ, അതാണ് ക്ലോസ് കോണ്ടാക്ട്. അപ്പോൾ അച്ഛൻ മാത്രമല്ല, ഫ്രണ്ട് വന്നു. ഇപ്പോൾ ഈ സുപ്പീരിയറിൽ ചിലപ്പോൾ അച്ഛൻ വരും, എന്താണ് എന്നെക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അവൻ കുറേ ക്രൈം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയെന്നാണ്, അപ്പോൾ അവൻ കള്ളക്കടത്തി എടുത്തിയ പൈസ ഉണ്ടാക്കിയത്, എന്നിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് പറയുമ്പോൾ ഞാനും നിന്ന് കള്ളക്കടത്തി ചെയ്ത് നോക്കിയേക്കാം, അല്ലെങ്കിൽ ഒന്ന് കഞ്ചാവ് കടത്തിയേക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പം ഇമിറ്റേഷൻ ബൈ സുപ്പീരിയേഴ്സ് ബൈ ഇൻഫീരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ലോ ഓഫ് ഇൻസർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ചിലപ്പോൾ ഒരു പുതിയ ബിഹേവിയർ വന്ന് പഴയ ബിഹേവിയറിനെ റീപ്ലേസ് ചെയ്യും. അതായത് ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഒരു വഴി വരുന്നില്ല, ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ലീഗലായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പരിപാടിയാണെങ്കിൽ പെട്ടെന്ന് താൽക്കാലികമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സംഭവം ചെയ്യാം എന്നുള്ള ഒരു സ്വഭാവം, പുതിയ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പുതിയ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ സൊസൈറ്റിയിലൂടെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം, പിന്നെ അത് പതുക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങാം, അത് പിന്നെ ഫാഷനാകാം, അത് പിന്നെ കസ്റ്റമായി മാറാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ആദ്യമേ ഉള്ള ഒരാളിൽ നിന്ന് പഠിക്കാൻ രണ്ട് വഴിയും, പിന്നെ സൊസൈറ്റിയിലേക്ക് പുതിയ ക്രിമിനൽ ബിഹേവിയേഴ്സ് എപ്പോഴും പതുക്കെ കടന്നു വന്നുകൊണ്ടിരിക്കാനുള്ള വഴിയായിട്ട് ലോ ഓഫ് ഇൻസർഷൻ. അതാണ് അദ്ദേഹം ലോ ഓഫ് ഇൻസർഷൻ. പുതിയ ക്രിമിനൽ ബിഹേവിയേഴ്സ് എപ്പോഴും പതുക്കെ ഒരു സൊസൈറ്റിയിലേക്ക് വരികയും അത് പിന്നെ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പം ഇമിറ്റേഷൻസിൻ്റെ റൂൾസ് ആയിട്ടാണ് അദ്ദേഹം ഇത് മൂന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ക്രിമിനോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം ശരിക്കും സോഷ്യോളജിക്കൽ സ്കൂളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. ശരിക്കും ടാഡയിൽ നിന്നാണ് സോഷ്യോളജിക്കൽ സ്കൂളിലായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി, ഇത് സദർലാൻഡിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ശരിക്കും ഇത് ലേണിംഗ് പ്രോസസ്സാണ്, ലേണിംഗ് തിയറീസും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് പോകാൻ കാരണം ശരിക്കും ഈ പറഞ്ഞ ടാർഡെ ആണ്. അപ്പോൾ ഈ ആക്ട് ആസ് എൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് പോസിറ്റീവ് സ്കൂൾ ആൻഡ് ലേറ്റർ സോഷ്യോളജിക്കൽ സ്കൂൾ. സോഷ്യോളജിക്കൽ സ്കൂളിൻ്റെയും പോസിറ്റീവ് സ്കൂളിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തത് ആരാണ്? ടാർഡെ ആണ് എന്നാണ് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് ക്രൈം അല്ലെങ്കിൽ ക്രിമിനൽ ഈസ് എ പ്രൊഫഷണൽ റോൾ ആൻഡ് ലേൺഡ് ത്രൂ സോഷ്യൽ എക്സ്പീരിയൻസ്. ഒരാൾ ക്രിമിനലായി എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിലെ വളരെ പ്രൊഫഷണലായിട്ടുള്ള റോളാണെന്നുള്ളതും അദ്ദേഹം അതൊരു സോഷ്യൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ് എന്നുള്ളതുമാണ് ഇദ്ദേഹത്തിൻ്റെ ടാർഡയുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഒരു സെഷനിൽ നോക്കിപ്പോയാൽ മതി. അപ്പോൾ ഇന്ന് നോക്കിപ്പോയ കാര്യങ്ങളൊന്ന് ഓർഡർ പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ക്രിമിനോളജിയുടെ ആ വാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രൈം ആൻഡ് ലോജിയ എന്നുള്ളത്, സ്റ്റഡി ഓഫ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തത് സദർലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതാണ് അവിടെ പ്രധാനമായിട്ട് വരിക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾസിനെ നമ്മൾ ബ്രീഫായിട്ടൊന്ന് നോക്കി വന്നു എന്നാണ് ആ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രീ ക്ലാസിക്കൽ സ്കൂൾ നോക്കി, അതിൻ്റെ സെൻറ്റ് അക്വിനാസ് ആയിരുന്നു പ്രധാനമായിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഡിമോണോളജിക്കൽ തിയറിയൊക്കെയാണ് അന്ന് ക്രൈം ചെയ്യാൻ ഡിമോൺസ് ആയിരുന്നു കാരണം എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നാച്ചുറൽ സ്കൂളിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെയാണ്. പിന്നെ ക്ലാസിക്കൽ അപ്രോച്ച് വന്ന് ക്ലാസിക്കൽ അപ്രോച്ചിലാണ് ബെക്കാരിയൊക്കെ കയറി വരുന്നത്, അതുപോലെ തന്നെ ജെറമി ബെന്താമൊക്കെ കയറി വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക ഹീഡനിസം, പെയിൻ ആൻഡ് പ്ലഷർ തിയറിയൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൈം ചെയ്യുന്നത്, അപ്പോൾ ആ ആക്ടിനെ പണിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രൈമിനെയൊക്കെ ഓരോ ആക്റ്റാക്കി തിരിക്കും, അതിനൊക്കെ ഓരോ പണിഷ്മെൻറ്റ് വയ്ക്കും എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പോൾ അവിടെ ആക്റ്റിലേക്ക് ഫോക്കസ് വന്നു, ഇൻറ്റൻഷനിലോട്ടൊന്നും ഫോക്കസ് പോയില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രീ ക്ലാസിക്കൽ വരുന്നുണ്ട്, അവർ ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ പറയുന്നു, ഓരോ സാഹചര്യങ്ങൾ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റൻസ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ പോസിറ്റീവ് സ്കൂൾ വന്നപ്പോഴത്തേക്ക് അത്രയും കാലം ഫോക്കസ് ഒന്ന് ഈ ദൈവത്തിലോ അല്ലെങ്കിൽ ക്രൈമിലോ ആയിരുന്നു. അത് വിട്ടിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നൊരു സംഭവം, അതായത് ക്രിമിനൽസിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് പോസിറ്റീവ് സ്കൂൾ എഴുതുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർ ഈ പറഞ്ഞ ആന്ത്രോപോളജിക്കലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ളത് അങ്ങനത്തെ ഫീച്ചേഴ്സിലേക്കൊക്കെ ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. എൻവയോൺമെൻറ്റ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ക്രിമിനലിൻ്റെ ചുറ്റുപാടിനെ നമുക്ക് പഠിക്കാം, അങ്ങനത്തെ ചുറ്റുപാട് മറ്റ് ക്രിമിനൽസിന് ഉണ്ടാവാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഫീച്ചേഴ്സുള്ള ആളുകളെ കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്താം എന്നുള്ള ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ അതിൽ ആദ്യത്താണ് ലംബ്രോസോ എന്ന് പറയുന്നത്. ആന്ത്രോപോളജിക്കലായിട്ടുള്ള സ്റ്റഡീസാണ് പുള്ളി കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്രിമിനൽസിനെ കണ്ടെത്താൻ ശ്രമിച്ചു. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു തിയറിയായിരുന്നു. അറ്റാവിസ്റ്റിക് മാൻ എന്നൊക്കെ പറയുന്ന പുള്ളി കണ്ടുപിടിച്ച പരിപാടിയാണ്.
പുള്ളി പറഞ്ഞ പോലെ എന്താണ് എവല്യൂഷനിൽ റിവേർഷൻ സംഭവിച്ച ആളുകളെല്ലാം ക്രിമിനൽസ് ആകുമെന്നുള്ളൊരു പോയിൻ്റൊക്കെയാണ് പുള്ളി പിടിച്ചത്. അതിനുശേഷമാണ് പുള്ളിയുടെ ശിഷ്യൻ വന്നത്. എൻട്രിക്കോ ഫെറിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. എൻട്രിക്കോ ഫെറി വന്നിട്ട് എന്ത് പറഞ്ഞു? എൻട്രിക്കോ ഫെറി വന്നിട്ട് പറയുന്നത് എന്താണ്, ഇത് മാത്രം ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റ് എന്താണ് 2 ഫീച്ചേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സോഷ്യലായിട്ടുള്ളതും മറ്റും ഫീച്ചേഴ്സുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ക്രൈം കമ്മിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ സാച്ചുറേഷൻ, 3 കാര്യങ്ങൾ വരുമ്പോൾ സാച്ചുറേഷൻ ആയി എന്നുള്ള രീതിയിൽ പുള്ളി കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞ് അതങ്ങനെ റെഡിയാക്കി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടാർഡെ വന്നു, ഫ്രഞ്ചുകാരൻ. ടാർഡെ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും അത്രയ്ക്ക് ശരിയായിട്ടുള്ള പരിപാടിയല്ല, എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അവന് ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസസ് വഴിയാണ് അവൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് മിക്കവരും ക്രൈം പഠിക്കുക. ക്രിമിനൽ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ റോളാണ്. അത് ഇങ്ങനെ കണ്ട് ഒരു പഠിക്കുന്ന ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് വഴി പഠിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിയറി ഓഫ് ഇമിറ്റേഷനൊക്കെ പറഞ്ഞു. ഇമിറ്റേഷന് 3 റൂൾസും അദ്ദേഹം പറഞ്ഞു. അതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്താണ്, ഗബ്രിയൽ ടാഡെ ആയിരുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ പോസിറ്റീവ് സ്കൂളിലും സോഷ്യോളജിക്കൽ സ്കൂളിനും ഇടയിൽ ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള വ്യക്തി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ കിട്ടും. സെഷൻ ഓക്കെ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സൗണ്ടും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, കാരണം ഞാനിത് ഒരു പുതിയ സിസ്റ്റത്തിലാണ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.